നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. ക്ഷേത്രത്തിൽ അക്രമം നടത്തുകയും ക്ഷേത്ര മുതലുകൾ നശിപ്പിക്കുകയും ചെയ്ത യുവാവ് പിടിയിൽ. തൃക്കോവിൽവട്ടം തട്ടാർകോണം സ്വദേശി അഖിൽകുമാറാണ് അറസ്റ്റിലായത്. കൊട്ടിയം പേരൂർ കൽക്കുളം കാവിന്റെ മൂലസ്ഥാനമായ ഭൂതത്താൻ കാവിലായിരുന്നു അതിക്രമം. വിവാഹ ചടങ്ങിന് പോയ വാഹനത്തിന് യാത്രക്കിടെ തീപിടിച്ചു. കുണ്ടറ ആറുമുറിക്കട മർത്തോമ ഹൈസ്കൂളിന് സമീപമായിരുന്നു സംഭവം. ഒഴിവായത് വൻ അപകടം. മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടന്റെ നിർമ്മാണത്തിനെത്തിച്ച അസംസ്കൃത വസ്തുക്കൾ കാണാതായി. അഷ്ടമുടിക്കായലിനെ ആകർഷകമാക്കാനായാണ് പദ്ധതി കൊണ്ടുവന്നത്. കഴിഞ്ഞ മെയ്യിൽ ആരംഭിച്ച പദ്ധതിയുടെ നിർമ്മാണം എങ്ങുമെത്തിയില്ല. മക്കൾ സംരക്ഷിക്കുന്നില്ല. വയോധിക ദിവസങ്ങളായി കഴിയുന്നത് ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനിലും. കോഴിക്കോട് സ്വദേശിനി മറിയാമ്മയാണ് പോകാനിടമില്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞത്. RPFന്റെയും ജീവകാരുണ്യ പ്രവർത്തകരുടെയും ഇടപെടലിൽ ഇവരെ അഭയകേന്ദ്രത്തിൽ എത്തിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ക്ഷേത്രത്തിൽ അക്രമം നടത്തുകയും ക്ഷേത്ര മുതലുകൾ നശിപ്പിക്കുകയും ചെയ്ത യുവാവ് പിടിയിൽ. തൃക്കോവിൽവട്ടം തട്ടാർകോണം സ്വദേശി അഖിൽകുമാറാണ് അറസ്റ്റിലായത്. കൊട്ടിയം പേരൂർ കൽക്കുളം കാവിന്റെ മൂലസ്ഥാനമായ ഭൂതത്താൻ കാവിലാണ് അക്രമം നടത്തിയത്. വ്യാഴാഴ്ച രാത്രിയാണ് പേരൂർ കൽക്കുളം കാവിന്റെ മൂലസ്ഥാനമായ ഭൂതത്താൻ കാവിൽ യുവാവ് അതിക്രമം നടത്തിയത്. തൃക്കോവിൽവട്ടം തട്ടാർകോണം അഖിൽ ഭവനത്തിൽ അഖിൽകുമാറാണ് ക്ഷേത്രത്തിനുള്ളിൽ അതിക്രമിച്ചു കയറി പ്രധാന വിഗ്രഹത്തെ ഇളക്കിയും ചുറ്റുമുള്ള കമ്പിവേലിയും വിളക്കുകളും അടിച്ചു തകർക്കുകയും ചെയ്തത്. 2 ദിവസം മുമ്പ് ക്ഷേത്രത്തിൽ ഉത്സവം നടന്നിരുന്നു. ക്ഷേത്രത്തിൽ ദീപാലങ്കാരം നിലവിലുണ്ടായിരുന്നു. കൽക്കുളം കാവിലെ ഉത്സവത്തിന് മാത്രമേ ഇനി ഈ ക്ഷേത്രത്തിൽ പൂജ ഉണ്ടാവുകയുള്ളൂ. കഴിഞ്ഞ ദിവസം രാത്രി ക്ഷേത്രത്തിൽ നിന്ന് ശബ്ദം കേട്ടതിനെ തുടർന്നാണ് പ്രദേശവാസികൾ എത്തിയത്. ഇവർ നോക്കുമ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ അഖിൽകുമാറിനെ കണ്ടു. തുടർന്ന് അതിക്രമിച്ചു കയറിയത് ചോദ്യം ചെയ്തു. ഇതിന്റെ വൈരാഗ്യത്തിൽ പ്രദേശവാസികളെ ഇയാൾ ആക്രമിക്കുകയും ചെയ്തു. ക്ഷേത്രം ഭാരവാഹികൾ കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് എത്തിയത്. ക്ഷേത്രത്തിലെ 2ാം ഉത്സവമായിരുന്നു. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഉത്സവത്തിന് മുന്നോടിയായിട്ട് നമുക്ക് ഒരു മൂലസ്ഥാനമായ പൂവത്തങ്കാവുണ്ട്. അവിടെ ഉത്സവം കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ അങ്ങനെ വൈകുന്നേര സമയത്ത് ആരും അങ്ങനെ പോകത്തില്ല. ലൈറ്റും വൈദ്യുതി ദീപാലങ്കാരങ്ങളും എല്ലാം ആയിട്ടിരുന്നത്. അപ്പോൾ ഇന്നലെ ഒരു 10 മണി ആയപ്പോഴാണ് ഇതേണക്ക് ഒരു 10 കാലമായപ്പോൾ എനിക്കൊരു അവിടെ നിന്നൊരു വീട്ടിൽ അവിടെ അടുത്തുള്ള ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഇതേണക്ക് പൂവത്തങ്കാവിൽ ആരോ കയറി വേണ്ടൊക്കെ അടിച്ചു പൊട്ടിക്കുന്ന അവിടെ സൗണ്ട് ഗേറ്റൊക്കെ അടിച്ചു തുറക്കുന്നത്. അപ്പോൾ അത് പൂട്ടിയിട്ടിരുന്നതാണ്. നമ്മൾ സാറിന് ഇനി 9ാം ഉത്സവത്തിന് അത് നമ്മൾ തുറക്കാറുള്ളൂ. പള്ളികെട്ടയ്ക്ക് മാത്രമായിട്ട് ആറാട്ടിനേ ഉള്ളൂ പൂജ കഴിഞ്ഞാൽ. അപ്പം ഇത് പൂട്ടിയിട്ടിരുന്നത് ഇടിച്ച് പൊട്ടിച്ച് മുന്നിലത്തെ ഗേറ്റ് കമ്പിയെല്ലാം വളച്ച് ഒടിച്ചു കളഞ്ഞ് അകത്ത് കയറി പ്രതിഷ്ഠ പിടിച്ച് ഇളക്കുന്ന രീതിയിലുള്ള പരിപാടികളാണ് അവിടെ ചെയ്തത്. അപ്പോൾ അതിനെതിരെ നമ്മളെ കമ്മിറ്റി അംഗങ്ങൾ അന്നേരം വന്നവർ പ്രതികരിച്ചവരെ എല്ലാം ആക്രമിക്കുന്നൊരു രീതിയാണ് അവിടെ സംഭവിച്ചത്. ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ 3 കമ്മിറ്റിക്കാരെ നല്ല രീതിയിൽ ആക്രമിച്ചു. അവരിന്നലെ രാത്രിയോടുകൂടി നമ്മുടെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ പോയി എടുത്തുനിന്ന് രാവിലെയാണ് അവർ വന്നത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവവികാസങ്ങളാണ് ഇന്നലെ അവിടെ ഇറങ്ങിയത്. കേസാക്കിയിട്ടുണ്ട്. കേസ് നമ്മളെ കൊട്ടിയം പോലീസ് സ്റ്റേഷനിൽ നമ്മൾ അമ്പലം കാവ് നിൽക്കുന്നത് കൊട്ടിയം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. അപ്പോൾ അവിടെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മളെ വിളിച്ച് മൊഴിയൊക്കെ എടുത്തിട്ടുണ്ട്. CI സാറും SI സാറും വന്ന് നമ്മുടെ സംഭവ സ്ഥലങ്ങൾ കണ്ടു ബോധ്യപ്പെട്ടു. SHO പ്രദീപിന്റെ നിർദ്ദേശപ്രകാരം SI നിതിൻ നളൻ, സൗരവ്, CPOമാരായ പ്രശാന്ത്, അരുൺ തുടങ്ങിയവർ ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. മക്കൾ സംരക്ഷിക്കുന്നില്ല. വയോധിക ദിവസങ്ങളായി കഴിയുന്നത് ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനിലും. കോഴിക്കോട് സ്വദേശിനി മറിയാമ്മയാണ് പോകാനിടമില്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞത്. ഒടുവിൽ RPFന്റെയും ജീവകാരുണ്യ പ്രവർത്തകരുടെയും ഇടപെടലിൽ ഇവരെ കായംകുളം മാതൃജ്യോതിയിൽ പ്രവേശിപ്പിച്ചു. 2 ദിവസമായി റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കഴിഞ്ഞു വന്ന കോഴിക്കോട് സ്വദേശി മറിയാമ്മയെയാണ് RPFന്റെയും ജീവകാരുണ്യ പ്രവർത്തകരുടെയും ഇടപെടലിൽ കായംകുളത്തെ മാതൃജ്യോതിയിൽ താൽക്കാലിക അഭയം നൽകിയത്. 4 മക്കളുള്ള ഇവരെ മക്കളാരും തന്നെ സംരക്ഷിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് വീട് വിട്ട് ഇറങ്ങുകയായിരുന്നു. മറിയാമ്മയുടെ പേരിലുണ്ടായിരുന്ന പണമെടുത്ത മകന് നൽകിയതോടെ മറ്റു മക്കൾ സംരക്ഷിക്കാൻ തയ്യാറായില്ലെന്ന് മറിയാമ്മ പറയുന്നു. ഇളയ മകന് പണം നൽകിയതിന്റെ പേരിലാണ് മറ്റു മക്കൾ സംരക്ഷിക്കാൻ തയ്യാറാകാതിരുന്നത്. ഇതോടെ വസ്ത്രമടങ്ങിയ സഞ്ചിയുമായി വീട് വിട്ടിറങ്ങുകയായിരുന്നു. 4 മക്കൾക്കും വീതിച്ചു കൊടുത്തമ്മ
എന്നിട്ട് അമ്മയുടെ ഒരു എൻ്റെ പേരിൽ ഒരു 5 ലക്ഷം ഉണ്ടായിരുന്നു. അത് ഈ ഇളയെ അവള് വാങ്ങിച്ചു. മുമ്പേ ആ വർത്തമാനം പറഞ്ഞ അവള് ആ പൈസ തീർന്നപ്പോഴത്തേക്ക് അമ്മയെ കളഞ്ഞു. പൈസ തീരുന്നില്ല, എൻ്റെ കയ്യിൽ നിന്ന് അവള് വാങ്ങിച്ച് അവിടെ അക്കൗണ്ടിലേക്ക് മാറ്റി കഴിഞ്ഞപ്പം തന്നെ എന്നോട് പൊക്കോളാൻ പറഞ്ഞു. അയ്യോ, അങ്ങനെ പറയല്ല. അവള് ഒരു ദിവസം അവളും പിള്ളേരും രണ്ടും കൂടെ എവിടെയാ പോയതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പോകുമ്പോൾ അവിടെയുണ്ട്. ഞാൻ വെള്ളിയാഴ്ച രാവിലെ പ്രാർത്ഥനയ്ക്ക് പോയി. ലാസ്റ്റ് ആരുടെ കൂടെ ആയിരുന്നു അമ്മ? അന്ന് ഞാൻ അവിടെ കൂടെ ഇയാളെ വീട് വിട്ട് ഇറങ്ങിയിട്ട് എത്ര നാളായി? വീട് വിട്ട് ഇറങ്ങിയത് കഴിഞ്ഞ 3-4 ദിവസമായുള്ളൂ. 3-4 ദിവസമായിരുന്നു. കൃത്യമായിട്ട് കോഴിക്കോടും കൊല്ലവുമായി ട്രെയിനിൽ സഞ്ചരിച്ച തിരികെ കൊല്ലത്ത് തന്നെ എത്തി. പിന്നീട് എങ്ങോട്ട് പോകണമെന്നറിയാതെ കൊല്ലത്തു തന്നെ ഇവർ തുടരുകയായിരുന്നു. RPF ജീവകാരുണ്യ പ്രവർത്തകരെ വിവരമറിയിച്ചതിനെ തുടർന്ന് ശക്തികുളങ്ങര ഗണേശ്, ബാബു, ശ്യാംഷാജി എന്നിവർ വയോധികയെ കായംകുളത്തെ മാതൃജ്യോതി അഭയകേന്ദ്രത്തിൽ എത്തിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കണ്ടക്ടറെ യാത്രക്കാരൻ കടിച്ചു പരിക്കേൽപ്പിച്ചു. കണ്ടക്ടർ മുഖത്തല സ്വദേശി വിനുവാണ് അക്രമത്തിന് ഇരയായത്. KSRTC ബസിന്റെ ഫുട്ബോർഡിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടതിൽ പ്രകോപിതനായാണ് കണ്ടക്ടറെ കടിച്ചത്. സംഭവത്തിൽ ഇരവിപുരം സ്വദേശി അരുണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. KSRTC ബസിന്റെ ഫുട്ബോർഡിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടതിൽ പ്രകോപിതനായാണ് യാത്രക്കാരൻ കണ്ടക്ടറെ കടിച്ച് പരിക്കേൽപ്പിച്ചത്. കൊല്ലം ഡിപ്പോയിലെ കണ്ടക്ടർ മുഖത്തല സ്വദേശിയായ വിനുവിനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ ഇരവിപുരം പവിത്ര നഗർ ഇടക്കുന്നേൽ ലക്ഷം വീട്ടിൽ അരുണിനെ കുണ്ടറ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ രാത്രി 11 മണിയോടെ കൊല്ലം മധുര ഫാസ്റ്റ് പാസഞ്ചറിലായിരുന്നു സംഭവം. കൊല്ലം ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് പ്രതി ബസ്സിൽ കയറിയത്. മറ്റ് യാത്രക്കാർക്ക് കയറാനും ഇറങ്ങാനും തടസ്സമായി ഫുട്ബോർഡിൽ നിന്നാണ് ആദ്യം മുതൽ തന്നെ അരുൺ യാത്ര ചെയ്തത്. കണ്ടക്ടർ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും ബസ്സിലെ തിരക്ക് ചൂണ്ടിക്കാട്ടിയാണ് ഇയാൾ ഫുട്ബോർഡിൽ നിന്ന് യാത്ര ചെയ്തത്. എന്നാൽ കേരളപുരത്തെത്തിയപ്പോൾ ബസ്സിലെ തിരക്ക് കുറഞ്ഞെങ്കിലും അകത്തു കയറിയിരിക്കാൻ ഇയാൾ കൂട്ടാക്കിയില്ല. കണ്ടക്ടർ വീണ്ടും ഫുട്ബോർഡിൽ നിന്ന് കയറി നിൽക്കാൻ ആവശ്യപ്പെട്ടു. ഇതോടെ പ്രകോപിതനായ പ്രതി കണ്ടക്ടറുടെ മുഖത്ത് കടിക്കുകയും മർദ്ദിക്കുകയുമായിരുന്നു. യാത്രക്കാർ ഇടപെട്ടാണ് കണ്ടക്ടറെ രക്ഷിച്ചത്. ഞാൻ രാത്രി 10:45 കൊല്ലത്തു നിന്നും മധുരയിലേക്ക് സർവീസ് വരുന്ന വഴിക്ക് ഈ ഫുട്ബോളിൽ ഒരാൾ യാത്രക്കാർ കയറാനും ഇറങ്ങാനും തടസ്സമായ രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു, പെട്ടെന്ന് മേലോട്ട് കയറി വേണ്ടി സ്ഥലമുണ്ടല്ലോ, ബസ്സിന് അകത്തോട്ട് കയറി നിൽക്കാൻ പറഞ്ഞപ്പോൾ നീ ആരാടാ ചോദിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ചില അസഭ്യ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്നെ കഴുത്തിന് പിടിച്ച് തള്ളുകയും എന്നിട്ട് കുത്തിന് പിടിച്ച് നിർത്തിയിട്ട് മുഖത്ത് മർദ്ദിക്കുകയും അതുകൂടാതെ എന്നെ പിരികത്തിന് തൊട്ട് മുകളിൽ ഒരു 1 മിനിറ്റോളം നേരം കടിച്ച് പിടിച്ച് നിൽക്കുകയും ചെയ്തു. എൻ്റെ പിരികത്തിൽ നിന്നും ധാരാളം ചോര വളർന്നൊഴുകുന്നു. നമ്മൾ നേരെ വണ്ടി കുണ്ടറ സ്റ്റേഷനിൽ കയറ്റുകയും പ്രതിയെ സ്റ്റേഷൻ കൈമാറുകയും ചെയ്തപ്പോൾ ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി അഡ്മിറ്റ് ആവുകയാണ് ചെയ്തത്. ബസ് കുണ്ടറ സ്റ്റേഷനിലേക്ക് വിടുകയും പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു. നെറ്റിയിൽ മുറിവേറ്റ വിനു കുണ്ടറ താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടി. സംഭവത്തെ തുടർന്ന് ബസിന്റെ യാത്ര തുടരാൻ വൈകി. പകരം കണ്ടക്ടർ വന്ന ശേഷമാണ് ബസ് സർവീസ് തുടർന്നത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ഇരവിപുരം കുന്നത്തുകാവ് ക്ഷേത്രത്തിന് സമീപം തീപിടുത്തം. പതിവായി തീയിടുന്ന ഭാഗത്തു നിന്നും തീ പടർന്നു പിടിക്കുകയായിരുന്നു. അഗ്നിരക്ഷാസേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇരവിപുരം കുന്നത്തുകാവ് ക്ഷേത്രത്തിന് സമീപത്താണ് ഉച്ചയോടെ തീപിടുത്തമുണ്ടായത്. ഉപയോഗശൂന്യമായ വസ്തുക്കൾ ക്ഷേത്രത്തിന് സമീപത്ത് തന്നെ കുഴിയിലിട്ട് തീ കത്തിക്കുന്ന രീതിയുണ്ട്. ഇവിടെ നിന്നും തീ സമീപ പ്രദേശത്തേക്ക് വ്യാപിക്കുകയായിരുന്നു. ക്ഷേത്ര ഭാരവാഹികൾ തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. അടിച്ചുചളി കഴിവും കൂടെ നമ്മളെ ഈ അമ്പലം എല്ലാ ദിവസവും രാവിലെ വൃത്തിയാക്കുകയും അത് നമുക്കൊരു കുഴിയുണ്ട് വലിയ, ആ കുഴിയിലേക്ക് നിക്ഷേപിക്കുകയും തീ കത്തിച്ച് കളയും ചാമ്പലാക്കി കളയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ തീ അണഞ്ഞതിന് ശേഷമാണ് അടുത്ത കാര്യങ്ങളിലേക്ക്, ഇപ്പോൾ ഉണക്ക സമയമായതുകൊണ്ട് അങ്ങനെ അണഞ്ഞിട്ടതിന് ശേഷം മാത്രമേ അടുത്ത പരിപാടിയിലേക്ക് അവർ പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെ പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇപ്പം ഇവിടെ പ്രതിഷ്ഠാ ദിനം വരികയാണ്. 28-ാം തീയതി നമ്മുടെ പ്രതിഷ്ഠാ ദിനമാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വൃത്തിയാക്കുന്ന ഒരു ജോലിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ ഉള്ള പരിസരത്തുള്ള നമ്മളെ ഗ്ലാസ്സുകളും കുടിച്ച വേസ്റ്റുകളും എല്ലാം കൊണ്ടുവന്ന് ആ കുഴിക്കകത്ത് ഇട്ടു. അപ്പോൾ അത് പുകഞ്ഞ് ചെറുതായിട്ട് കത്തി, അവർ ശ്രദ്ധിക്കാത്ത ആ സമയത്ത് അത് തീ അങ്ങ് പടർന്നു പോവുകയായിരുന്നു. അപ്പം നമ്മൾ ഉണക്ക സമയമായതുകൊണ്ട് നല്ല രീതിയിൽ ഒരുപാട് നല്ല കുറ്റിക്കാട് പോലെ നല്ല ഉണങ്ങി നിൽക്കുന്ന പോച്ചയായിരുന്നു. അപ്പോൾ അതിലേക്ക് പടർന്നു പോയപ്പോഴത്തേക്ക് അവർ നമ്മളെ വിളിച്ചു പറഞ്ഞു. എൻ്റെ വീട് എൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്.
അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളെല്ലാം ഓടിയെത്തിയപ്പോഴത്തേക്ക് തീ അണയ്ക്കാൻ പറ്റാത്ത, നമുക്ക് മോട്ടറൊക്കെ ഉണ്ട്, പമ്പ് വെച്ച് അടിച്ച് നമ്മൾ അണയ്ക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ അത് നമുക്ക് പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയപ്പോഴത്തേക്ക് ഫയർഫോഴ്സിനെ വിളിക്കുകയായിരുന്നു ചെയ്തത്. അപ്പോഴത്തേക്കും തീ ഒരുപാട് പടർന്നു കഴിഞ്ഞു, ഒരുപാട് നല്ല ഉണങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയുണ്ട്. അഗ്നിരക്ഷാ സേനയെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കാവിന്റെ ഭാഗത്തേക്ക് തീപിടുത്തം ഉണ്ടാകാതിരുന്നതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പെരിനാട് പെരുമൺ റെയിൽവേ സ്റ്റേഷന് സമീപം തീപിടുത്തം. 1/2 കിലോമീറ്റർ ദൂരത്തിൽ തീ പടർന്നു. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ കുറ്റിക്കാടിനാണ് തീപിടിച്ചത്. തീപിടുത്തത്തെ തുടർന്ന് ട്രെയിനുകൾ സമീപത്ത് പിടിച്ചിട്ടു. പെരുമൺ റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് 1/2 കിലോമീറ്ററോളം ദൂരത്തിൽ തീപിടുത്തമുണ്ടായത്. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ കുറ്റിക്കാടുകൾക്കാണ് തീ പടർന്നത്. ഇതേ തുടർന്ന് ട്രെയിനുകൾ സമീപത്ത് പിടിച്ചിട്ടു. കുണ്ടറയിൽ നിന്നും കൊല്ലത്തു നിന്നും അഗ്നിരക്ഷാ സേനയെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കുറ്റിക്കാടുകൾ ഉൾപ്പെടെ ചൂട് കൂടിയ സാഹചര്യങ്ങളിൽ തീപിടുത്തമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ഹെൽത്തി കേരള ക്യാമ്പയിന്റെ കുന്നത്തൂർ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം നടത്തി. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം ചെയ്തു. ആയുഷ് വകുപ്പും നാഷണൽ ആയുഷ് മിഷൻ കേരളവും സംയുക്തമായാണ് ഹെൽത്തി കേരള ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ക്യാമ്പയിന്റെ കുന്നത്തൂർ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. കോവൂർ കുഞ്ഞുമോൻ MLA ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നതും ഈ കൊച്ചു കേരളത്തിലാണ് എന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയുക. നമ്മുടെ ബിന്ദു ഡോക്ടറും അതേപോലെ തന്നെ ലതേഷ് ഡോക്ടറും പൂജ ഡോക്ടറൊന്നും ഇവിടെ വന്നില്ല, അന്ന് ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുക. അവരൊക്കെ ഈ സമൂഹത്തിന് വേണ്ടി നൽകുന്ന സംഭാവനകൾ ഒരിക്കലും ലഘൂകരിച്ച് കാണാൻ നമുക്ക് കഴിയുന്നു. എൻ്റെ മുന്നിലിരിക്കുന്ന ഡോക്ടർമാർ അവർ ആശുപത്രിയിൽ വന്നാൽ ഒരു രോഗിയുടെ പരിചരണം, ആ രോഗിയെ കാണുമ്പോൾ പുഞ്ചിരിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്ന ഡോക്ടർമാരെയാണ് നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. കണ്ടപ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നിയത് എല്ലാവരും ആ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ നമ്മുടെ ആൾക്കാർക്ക് എത്രത്തോളം മാറാൻ പറ്റി എന്നുള്ളത് വളരെയധികം സന്തോഷമാണ്. സ്കൂളുകളിൽ ഉൾപ്പെടെ ഇത്തരം പരിപാടികൾ നടത്തുന്നത്, അത് നേരിൽ കാണുന്നത്, കുഞ്ഞുങ്ങൾ അതിനോടൊപ്പം ഭാഗമാകുന്നത്, ചെറുപ്പത്തിലെ ഇത്തരം പരിപാടികളുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നത് വളരെയധികം സന്തോഷം. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി ശിവശങ്കരപിള്ള സ്വാഗതം പറഞ്ഞു. ഭാരതീയ ചികിത്സാ വകുപ്പ് DMO ഡോക്ടർ ബിന്ദു വി, ഹോമിയോപ്പതി വകുപ്പ് DMO ഡോക്ടർ വിനീത ആർ പുഷ്കരൻ, നാഷണൽ ആയുഷ് മിഷൻ DPM ഡോക്ടർ പൂജ P എന്നിവർ പദ്ധതി വിശദീകരിച്ചു. സാർ പറഞ്ഞാൽ 7 മണിക്ക് മുമ്പ് ആഹാരം കഴിക്കണം. അത് നമ്മൾ ഉറങ്ങുന്നതിന് മിനിമം 3 മണിക്കൂർ മുമ്പെങ്കിലും ആഹാരം കഴിക്കണം എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. കാരണം പൂർണ്ണമായ ആഹാരം കഴിക്കണമെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും എടുക്കും. അപ്പൊ കൃത്യമായ ഉറക്കം കിട്ടണമെങ്കിൽ നമ്മൾ നന്നായിട്ട് നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ചെങ്കിൽ മാത്രമേ ശരിയാവുള്ളൂ. അതുകൊണ്ടാണ് ഈറ്റ് വെൽ എന്നുള്ള ഉദ്ദേശിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SR അരുൺ ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ K കലാദേവി, ദീപാചന്ദ്രൻ, A റമീസ്, ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മെഹറുനിസ ബീഗം, പോരുവഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനു I നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കാപ്പ ചുമത്തി നാടുകടത്തി. കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശി നിസാമിനെയാണ് കാപ്പ നിയമം ചുമത്തി കൊല്ലം സിറ്റി പോലീസ് ജില്ലയിൽ നിന്നും പുറത്താക്കിയത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കരുനാഗപ്പള്ളി തൊടിയൂർ മുഴങ്ങോടി നിഷാദ് മൻസിലിൽ പൊടി എന്ന് വിളിക്കുന്ന 29കാരനായ നിസാമിനെയാണ് കാപ്പ നിയമം ചുമത്തി കൊല്ലം സിറ്റി പോലീസ് കൊല്ലം ജില്ലയിൽ നിന്നും പുറത്താക്കിയത്. 2020 മുതൽ കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടെ നിരവധി സ്ഥലങ്ങളിൽ വ്യക്തികൾക്കു നേരെയുള്ള കയ്യേറ്റം, അതിക്രമം, നാശനഷ്ടം വരുത്തൽ, നരഹത്യാശ്രമം തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് ഇയാളുടെ പേരിലുള്ളത്. സിറ്റി പോലീസ് മേധാവി ഹേമലത സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം റേഞ്ച് DIG ഹിമേന്ദ്രനാഥാണ് ജില്ലയിൽ നിന്നും ഇയാളെ നാടുകടത്തി ഉത്തരവിറക്കിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കോൺഗ്രസ് തേവലക്കര സൗത്ത് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൃദയപൂർവ്വം ഒരു കൈത്താങ്ങ് പദ്ധതിക്ക് തുടക്കമായി. വിവാഹ സഹായം, വീൽചെയർ വിതരണം, ചികിത്സാ സഹായ വിതരണം എന്നിവയും നടത്തി. കോൺഗ്രസ് തേവലക്കര സൗത്ത് മണ്ഡലം കോയിവിള വടക്ക് 17ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഹൃദയപൂർവ്വം ഒരു കൈത്താങ്ങ് പദ്ധതിക്ക് തുടക്കമായത്. കോയിവിള ഭരണിക്കാവ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം
CR മഹേഷ് MLA നിർവഹിച്ചു. പാവപ്പെട്ട ആളുകളെ ചേർത്ത് നിർത്തുക, അവരെ സഹായിക്കുക, അവരുടെ കണ്ണീരൊപ്പുക എന്നുള്ളതാണ്. ഇപ്പൊ എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ചിലപ്പോൾ സാധ്യമല്ല. പക്ഷെ ഇന്ന് സമൂഹത്തിൽ വല്ലാതെ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. നമുക്ക് പലതും പഴി പറയാൻ പറ്റും. വരവിൽ കവിഞ്ഞ ചെലവ് ചെയ്യുന്നത് കൊണ്ടാണ്, വലിയ വീട് വെച്ചതുകൊണ്ടാണ് അവന് കടം വന്നത്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം, പറഞ്ഞവരെ സഹായിക്കാതിരിക്കാം. പക്ഷെ ഓരോരുത്തരുടെയും ജീവിതം സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലെ ആളുകളുമായി സമ്പർക്കം പുലർത്തുമ്പോൾ നമുക്കറിയാം 80% ആളുകളും വല്ലാതെ ദുഃഖത്തിലാണ്. പക്ഷെ നമ്മളിൽ ചില ആളുകൾ നമ്മളുമായി ദൈനംദിനം സഹകരിക്കുന്ന 10 പേരുടെ ജീവിത സാഹചര്യം വെച്ചാണ് സമൂഹത്തെ ആകമാനം അളക്കുന്നത്. അപ്പം നമ്മളുമായി സഹകരിക്കുന്നവർ നമ്മളെപ്പോലെ അത്യാവശ്യം ജീവിക്കാൻ മാർഗമുള്ള ആളുകളായിരിക്കും. നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്നത്, നമ്മൾ രാവിലെ കാണുന്നത്, ഉച്ചയ്ക്ക് കാണുന്നത്, രാത്രി കാണുന്നത്. അതല്ല, നമ്മളൊരു പ്രദേശത്തിൻ്റെ ആ ഗ്രാമീണ മേഖലയിൽ, ആ ഗ്രാമത്തിനകത്തേക്ക് മുങ്ങാങ്കുഴിയിട്ട് നോക്കുമ്പോൾ സങ്കടങ്ങളുടെ കണ്ണുനീരാണ്. ഇപ്പോൾ ഈ മാർച്ച് മാസം എന്ന് പറയുമ്പോൾ പാവപ്പെട്ട ആളുകളെ സംബന്ധിച്ച് ഏത് നിമിഷവും ഇരമ്പി പാഞ്ഞു വരുന്ന ബാങ്കിൻ്റെ വാഹനം കാത്ത് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ഷമീർ കോയിവിള സ്വാഗതം പറഞ്ഞു. വാർഡ് പ്രസിഡന്റ് സുമേഷ് കോയിവിള അധ്യക്ഷത വഹിച്ചു. വിവാഹ ധനസഹായവും ചികിത്സാ ധനസഹായ വിതരണവും RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ നിർവഹിച്ചു. സാധാരണഗതിയിൽ ഒരു ഗ്രാമപഞ്ചായത്ത് അംഗത്തിന് താങ്ങാനൊക്കുന്ന കാര്യമല്ല ഇന്നിവിടെ നടപ്പിലാക്കുന്നത്. നിരവധി കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞ പൊതുപ്രവർത്തനത്തിന് പുതിയ അർത്ഥവും മാനവും ഉണ്ടാവുകയാണ്. ഇതെല്ലാം ചെയ്യുമ്പോൾ കേരളം ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് അതിദരിദ്രമുക്ത കേരളം എന്നുകൂടിയാണ് എന്നുള്ളൊരു വിരോധാഭാസം ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മുടെ നാട്ടിൻപുറത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിൻ പ്രദേശത്തെ യാഥാർത്ഥ്യങ്ങൾ, കൊടും പട്ടിണിയും പ്രതികൂലമായ പശ്ചാത്തലത്തിലും ജീവിക്കുന്ന അനേകം ഉണ്ട് എന്നുള്ളതാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഏറ്റവും നമുക്ക് വീർപ്പ് മുട്ടുന്നത്, ഇത്രയും പുരോഗതി കൈവരിച്ച കേരളത്തിലും ആരാലും ശ്രദ്ധിക്കപ്പെടാതെ, ഇവിടുന്ന് തന്നെ കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയുടെ ലിവർ സിറോസിന്റെ ഒരു കേസ് എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P. ജെർമിയാസ് മുഖ്യ പ്രഭാഷണം നടത്തി. തേവലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിലസ് വീൽചെയർ വിതരണം ചെയ്തു. KPCC മുന്നംഗം കോയിവിള രാമചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം R. അരുൺരാജ്, UDF ചവറ മണ്ഡലം ചെയർമാൻ കോലത്ത് വേണുഗോപാൽ, DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ, കോൺഗ്രസ് പന്മന ബ്ലോക്ക് പ്രസിഡന്റ് R. ജയകുമാർ, തേവലക്കര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാലക്കൽ ഗോപൻ, ശിവപ്രസാദ് കോയിവിള, സുരേഷ് കോയിവിള, റമീസ് ചാരിത്തറയിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. അഷ്ടമുടിക്കായലിനെ കൂടുതൽ ആകർഷകമാക്കുക എന്ന ലക്ഷ്യത്തോടെ അവതരിപ്പിച്ച മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടന്റെ നിർമ്മാണത്തിനെത്തിച്ച അസംസ്കൃത വസ്തുക്കൾ കാണാതായി. കഴിഞ്ഞ മെയ്യിൽ ആരംഭിച്ച പദ്ധതിയുടെ നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. മ്യൂസിക്കൽ ഫൗണ്ടന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചെന്നും ചില സാങ്കേതിക തടസ്സങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും നിർമ്മാണ ചുമതലയുള്ള തീരദേശ വികസന കോർപ്പറേഷൻ അധികൃതർ പറയുന്നു. അതേസമയം കരാർ ഏറ്റെടുത്ത വ്യക്തി മരിച്ചതാണ് നിർമ്മാണം നീണ്ടുപോകാൻ കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. സംഗീതത്തിനനുസരിച്ച് ജലധാരയും ലൈറ്റുകളുമായി കണ്ണിന് കുളിർമയാകുന്ന നിലയിലാണ് പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത്. അഷ്ടമുടിക്കായലിലെ ജലത്തിൽ ചലനം സൃഷ്ടിച്ച അടിത്തട്ടിലേക്ക് ഓക്സിജൻ കടത്തിവിട്ട മത്സ്യസമ്പത്തിന് സംരക്ഷണമൊരുക്കാനും പദ്ധതി ലക്ഷ്യമിട്ടിരുന്നു. നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനോ കരാർ മറ്റാർക്കെങ്കിലും കൈമാറുന്നതിനോ അധികൃതർ തയ്യാറാകാത്തതാണ് പദ്ധതിയുടെ മെല്ലെപ്പോക്കിന് കാരണമായി വിലയിരുത്തപ്പെടുന്നത്. കോർപ്പറേഷന്റെ നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഷ്ടമുടിക്കായൽ സംരക്ഷിക്കുന്നതിനായി ആരംഭിച്ച ജീവനാണ് അഷ്ടമുടി, ജീവിക്കണം അഷ്ടമുടി പദ്ധതിയുടെ ഭാഗമായാണ് ജലധാര സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടത്. സ്മാരക പുനർജനി പാർക്കിന് അഭിമുഖമായി മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കിയ കായൽ വെള്ളത്തിലാണ് ജലധാര സ്ഥാപിച്ചിരുന്നത്. ജില്ലയിലെ രണ്ടാമത്തെ ജലധാരയാണ് അഷ്ടമുടിക്കായലിൽ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടത്. ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി തെന്മലയിലാണ് ആദ്യ സംഗീത ജലധാരയുള്ളത്. 30 ലക്ഷം രൂപയായിരുന്നു നിർമ്മാണ ചെലവ്. എന്തായാലും നിലവിൽ ജലധാരയുടെ നിർമ്മാണത്തിനെത്തിച്ച അസംസ്കൃത വസ്തുക്കൾ അപ്രത്യക്ഷമായ നിലയിലാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അഷ്ടമുടിക്കായലിനെ കൂടുതൽ ആകർഷകമാക്കുക എന്ന ലക്ഷ്യത്തോടെ അവതരിപ്പിച്ച മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടന്റെ നിർമ്മാണത്തിനെത്തിച്ച അസംസ്കൃത വസ്തുക്കൾ കാണാതായി. കഴിഞ്ഞ മെയ്യിൽ ആരംഭിച്ച പദ്ധതിയുടെ നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. മ്യൂസിക്കൽ ഫൗണ്ടന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചെന്നും ചില സാങ്കേതിക തടസ്സങ്ങൾ മാത്രമാണ് ഉള്ളതെന്നും നിർമ്മാണ ചുമതലയുള്ള തീരദേശ വികസന കോർപ്പറേഷൻ അധികൃതർ പറയുന്നു.
അതേസമയം കരാർ ഏറ്റെടുത്ത വ്യക്തി മരിച്ചതാണ് നിർമ്മാണം നീണ്ടുപോകാൻ കാരണമെന്നാണ് അധികൃതരുടെ വിശദീകരണം. സംഗീതത്തിനനുസരിച്ച് ജലധാരയും ലൈറ്റുകളുമായി കണ്ണിന് കുളിർമയാകുന്ന നിലയിലാണ് പദ്ധതി ലക്ഷ്യമിട്ടിരുന്നത്. അഷ്ടമുടിക്കായലിലെ ജലത്തിൽ ചലനം സൃഷ്ടിച്ച അടിത്തട്ടിലേക്ക് ഓക്സിജൻ കടത്തിവിട്ട മത്സ്യസമ്പത്തിന് സംരക്ഷണമൊരുക്കാനും പദ്ധതി ലക്ഷ്യമിട്ടിരുന്നു. നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനോ കരാർ മറ്റാർക്കെങ്കിലും കൈമാറുന്നതിനോ അധികൃതർ തയ്യാറാകാത്തതാണ് പദ്ധതിയുടെ മെല്ലെപ്പോക്കിന് കാരണമായി വിലയിരുത്തപ്പെടുന്നത്. കോർപ്പറേഷന്റെ നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഷ്ടമുടിക്കായൽ സംരക്ഷിക്കുന്നതിനായി ആരംഭിച്ച ജീവനാണ് അഷ്ടമുടി ജീവിക്കണം അഷ്ടമുടി പദ്ധതിയുടെ ഭാഗമായാണ് ജലധാര സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ടത്. സ്മാരക പുനർജനി പാർക്കിന് അഭിമുഖമായി മാലിന്യങ്ങൾ നീക്കി വൃത്തിയാക്കിയ കായൽ വെള്ളത്തിലാണ് ജലധാര സ്ഥാപിച്ചിരുന്നത്. ജില്ലയിലെ രണ്ടാമത്തെ ജലധാരയാണ് അഷ്ടമുടിക്കായലിൽ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടത്. ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായി തെന്മലയിലാണ് ആദ്യ സംഗീത ജലധാരയുള്ളത്. 30 ലക്ഷം രൂപയായിരുന്നു നിർമ്മാണ ചെലവ്. എന്തായാലും നിലവിൽ ജലധാരയുടെ നിർമ്മാണത്തിനെത്തിച്ച അസംസ്കൃത വസ്തുക്കൾ അപ്രത്യക്ഷമായ നിലയിലാണ്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വിവാഹ ചടങ്ങിന് പോയ വാഹനത്തിന് യാത്രക്കിടെ തീപിടിച്ചു. കുണ്ടറ ആറുമുറിക്കട മർത്തോമ ഹൈസ്കൂളിന് സമീപമായിരുന്നു സംഭവം. വാഹനത്തിന്റെ AC പൈപ്പ് പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായത്. 10ഓളം പേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. കൊല്ലത്ത് നിന്ന് തെങ്കാശിയിലേക്ക് വിവാഹ ചടങ്ങിന് പോയ വാഹനമാണ് ആറുമുറിക്കട മർത്തോമ ഹൈസ്കൂളിന് സമീപം തീപിടിച്ചത്. 10ഓളം യാത്രക്കാരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഡ്രൈവർ വാഹനം നിർത്തി എല്ലാവരെയും ഇറക്കിയതിനാൽ വലിയ അപകടം ഒഴിവായി. വാഹനത്തിന്റെ AC ഗ്യാസ് പൈപ്പ് പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തമുണ്ടായത്. നാട്ടുകാർ സമയോചിതമായി ഇടപെട്ടാണ് തീയണച്ചത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. പ്രധാന വാർത്തകൾ വീണ്ടും. ക്ഷേത്രത്തിൽ അക്രമം നടത്തുകയും ക്ഷേത്ര മുതലുകൾ നശിപ്പിക്കുകയും ചെയ്ത യുവാവ് പിടിയിൽ. തൃക്കോവിൽ വട്ടം തട്ടാർകോണം സ്വദേശി അഖിൽ കുമാറാണ് അറസ്റ്റിലായത്. കൊട്ടിയം പേരൂർ കൽക്കുളം കാവിന്റെ മൂലസ്ഥാനമായ ഭൂതത്താൻ കാവിലായിരുന്നു അതിക്രമം. വിവാഹ ചടങ്ങിന് പോയ വാഹനത്തിന് യാത്രക്കിടെ തീപിടിച്ചു. കുണ്ടറ ആറുമുറിക്കട മർത്തോമ ഹൈസ്കൂളിന് സമീപമായിരുന്നു സംഭവം. ഒഴിവായത് വൻ അപകടം. മ്യൂസിക്കൽ ഡാൻസിംഗ് ഫൗണ്ടന്റെ നിർമ്മാണത്തിനെത്തിച്ച അസംസ്കൃത വസ്തുക്കൾ കാണാതായി. അഷ്ടമുടിക്കായലിനെ ആകർഷകമാക്കാനായാണ് പദ്ധതി കൊണ്ടുവന്നത്. കഴിഞ്ഞ മെയ്യിൽ ആരംഭിച്ച പദ്ധതിയുടെ നിർമ്മാണം എങ്ങും എത്തിയില്ല. മക്കൾ സംരക്ഷിക്കുന്നില്ല. വയോധിക ദിവസങ്ങളായി കഴിയുന്നത് ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനിലും. കോഴിക്കോട് സ്വദേശിനി മറിയാമ്മയാണ് പോകാനിടമില്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞത്. RPFന്റെയും ജീവകാരുണ്യ പ്രവർത്തകരുടെയും ഇടപെടലിൽ ഇവരെ അഭയകേന്ദ്രത്തിൽ എത്തിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.